ഇത് രാജാപ്പാർട്ടാ തരി ഓവർ സ്മാർട്ടാ ഈ കൊട്ടാരത്തിൽ തോമസ് ആൽവാ എഡിസൺ നോമാണ് ഇത് മൊത്തം വീമ്പാ വെറും ഓലപ്പാമ്പ പള്ളി അത്താഴത്തിന് അന്തപുരത്തിൽ കുക്കിംഗ് ഗ്യാസ് തീർന്നേ അഭിനവ മൈക്കൽ ജാക്സണി കൊട്ടാര നടന കോകിലം ഞാൻ പഴഞ്ചൻ മട്ടുപ്പ വേസി മോളാക്കണം ഇനിയതാ ഫാഷൻ ആസ്ഥാന മിസ് വേൾഡ് ആണ് ഞാൻ കറിയൊപ്പം മുളകായി ചേരും നമ്മിൽ ചിരിമഴ പൊഴിയണ കടുകുമണി നീ സാധനം വെച്ചാൽ കാണൂല വേണ്ട പൊട്ടി പൊട്ടി പോണു നല്ല കട്ടിയുള്ള വേറായിരുന്നു കാണാനില്ല നിന്റെ വയറ് കണ്ട പിന്നെ കാണാതെ ഇതല്ല നല്ല കറുത്തുള്ള കട്ടിയുള്ള വയറ് കണ്ടാന്ന് ചോദിച്ചത്. എനിക്ക് തോന്നുന്നു വേറെ തിന്നാനോ നീ അതും തിന്നും എന്നിട്ടാലും കയറ്റുമല്ലേ. അച്ഛാ ഡോണ്ട് ഡിസ്റ്റർബ് മീ. നീ കറുത്ത വയറ് കണ്ടടാ. എന്തുവാ നിന്റെ അച്ഛൻ ചത്ത്. കറുത്ത വയറ് കണ്ടാന്ന് നല്ല കട്ടിയുള്ള. നോ മാൻ, ജസ്റ്റ് ലീവ് മീ അലോൺ. ആടാ സായിപ്പിനുണ്ടാ എവിടെ പോയത്? നീലു 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 എന്റെ കറുത്ത വയറെവിടെ? കറുത്ത കയറാ? കയറല്ല, കറുത്ത വയറെവിടെയെന്ന്. കറുത്ത വയറാ? ഒന്ന് പോവാലു, എനിക്കിവിടെ വേറെ പണിയുണ്ട്. കറുത്ത വയറ് നോക്കി കിടക്കാൻ. എന്നാ വേറെ പണി? ഇവിടെ ഒരു കറി നേരെ ഉണ്ടാക്കാറുണ്ടോ? ഞായറാഴ്ച ആയിട്ട് എൻ്റെ വായിന്ന് വല്ലതും കേൾക്കരുത് പറഞ്ഞേക്ക. ഞാൻ അവിടെ പോയിരുന്ന വല്ല ബൾബും കത്തിച്ച് കളിക്ക് ചെല്ല്. ഞാൻ പോവാ, എന്റെ ഓരതാ. നീ എന്നെ എടുത്തത്, എനിക്ക് നല്ല ഉറപ്പുണ്ട്. ഞാൻ എടുത്തില്ല, ഒന്ന് പോയി തരാവോ? ബാലു എന്താ ചോദിച്ചേ? എന്റെ കറുത്ത വയറ് കണ്ടാന്ന്. അത് ഞാനൊരു തഴ കിട്ടി. എല്ലാം കൂടെ ഞാൻ വലിച്ചു പൊട്ടിക്കും. പൊട്ടിക്കും ഞാൻ. അയ്യോ ബാലു അത് ചേച്ചൻ്റെ അടുത്ത് എത്ര പ്രാവശ്യം പറഞ്ഞാലും കേൾക്കത്തില്ല. എനിക്കാണെങ്കിൽ വിശന്നിട്ടേ വയറ്റിനാ കൊച്ച കേൾക്കുന്നു. ഡാ, നീ ഒരു പാക്കറ്റ് ബ്രെഡ് മൊത്തം കഴിച്ചു തീർത്താ? ഓ പിന്നെ, ഒരു പാക്കറ്റ് ബ്രെഡ് വെച്ചാൽ എന്താവനെ? മാക്സിമം പോയാ ഉച്ച വരെ. ആർത്തി പണ്ടാരം. സഹോദരങ്ങളോട് ഒരു സ്നേഹമില്ലാത്ത ദുഷ്ടൻ. മക്കളെ അത് പറയാം, നീ ഇരിക്കാതെ. എന്താണ് മാമ സ്പെഷ്യൽ ആയിട്ട് കൊണ്ടുവന്നെന്ന് പറ. എല്ലാരും കണ്ണടച്ചേ. ഇനി മാമ സ്പെഷ്യൽ ആയിട്ട് എന്താ കൊണ്ടുവന്നിരിക്കുന്നതെന്ന് എല്ലാരും പറയണം. പറ. പുട്ടും പയറും അല്ല. മസാല ദോശ അല്ല. അപ്പം മുട്ടക്കറി അല്ല. കപ്പമീൻ. വാടാ. പറ. കൊച്ചു പിള്ളേരെല്ലാം എന്തെങ്കിലും കഴിക്കാൻ വേണ്ടി വാങ്ങിച്ചോണ്ട് വരാന്ന് വിചാരിച്ചപ്പോഴത്തേക്ക് ഒരു പുച്ഛം. ഇനി ഞാൻ ഇവിടെ ഒന്ന് വാങ്ങിച്ചോണ്ട് വരാൻ ഇങ്ങോട്ട് വരായില്ല. അപ്പൊ ഇവിടെയുള്ള എല്ലാവർക്കും മാമിന്റെ ഒരു അവലേസന്റെ ഇഷ്ടമാ. പക്ഷെ എനിക്ക് മാത്രം ചകല ഇഷ്ടക്കുറവുണ്ടെന്നേ ഉള്ളൂ. അച്ഛനും അമ്മ എവിടെ പോയി?
ഇവിടെയൊക്കെ തന്നെ ഉണ്ട്. രണ്ടും മുട്ടൻ തല്ല മാമ. അന്തരീക്ഷം കലുഷിതമാണ്. എന്താ പ്രശ്നം? അമ്മയാണെങ്കിൽ അച്ഛന്റെ കയ്യിൽ നിന്ന് വയറെടുത്തോണ്ട് പോയി അയ കെട്ടി, അച്ഛനത് പൊട്ടിച്ചു. എങ്ങനെ? അതായത് അമ്മയാണെങ്കില് അച്ഛന്റെ കയ്യിൽ നിന്ന് വയറെടുത്തോണ്ട് പോയി കെട്ടി, അപ്പോ അച്ഛനതൊന്ന് പൊട്ടിച്ചു. സത്യത്തില് നിന്റെ അച്ഛന്റെ വയറെല്ലാം എടുത്തോണ്ട് പോയി അയേട്ടാൻ. നിന്റെ അച്ഛന്റെ വയറ് വളർന്ന് കുടൽമാല എടുത്തോണ്ട് പോയി വേണം അയേട്ടാൻ. ഓ മാമ കൂടുതൽ സീനാക്കല്ലേ, ഒന്ന് സോൾവ് ആക്കിയാ. ഞങ്ങക്ക് രാവിലെ പോലും പട്ടിണിയാ. നല്ല വിശപ്പുണ്ട് മാമ. ഞാൻ വന്ന് സമയം കൊള്ളാം. മാമൻ ഒന്ന് സോൾവ് ചെയ്യാൻ നോക്കട്ടെ. നിങ്ങള് ഇവിടെ ഇരുന്ന് ഉണ്ടാവുന്നു. കഴുതപ്പുലിക്ക് എവിടെടാ മോനെ മടാ? ചേച്ചി നീ എപ്പോന്ന്? എന്താണ് ചേച്ചി ഇത്? അശോക വർഷത്തിന്റെ ചോട്ടിൽ സീത വിഷമിച്ചിരിക്കണ പോലെ ഇരിക്കണേ. ഓ ഒന്നുമില്ലടാ. ഞാൻ എല്ലാം അറിഞ്ഞു. എന്ത്? ഓയരെടുത്ത് അയ കിട്ടിയെന്നാ, അത് പൊട്ടിച്ചെന്നാ, എന്താണ് പിള്ളേരെ പോലെ. ഓ നിന്റെ അളിയന്റെ കാര്യമല്ലേ, ഒന്നും പറയാതിരിക്കുന്ന ഭേദം. അതാണ് ഭേദം. ഇത് പണ്ടേ എല്ലാരും പറഞ്ഞല്ലേ. അന്ന് അളിയൻ വീട്ടിൽ വന്ന് കരഞ്ഞു കാണിച്ചപ്പോഴത്തേക്ക് ചേച്ചി കൊക്ക് പാടത്തേക്കണ പോലെ ഒറ്റക്കാലിൽ നിന്നല്ലേ കരഞ്ഞു കാണിച്ചത്. എനിക്ക് ബാലുവേട്ടനെ മതിയേ, എനിക്ക് ബാലുവേട്ടനെ മതിയേ. ഇനിയിപ്പോ എന്താണ്? ഇനി ഒന്നും പറഞ്ഞിട്ടൊന്നും കാര്യമൊന്നുമില്ല. ഒരു നേഴ്സറി തുടങ്ങേണ്ട പിള്ളേരുമായി. ചേച്ചി എനിക്ക് നന്നായിട്ട് വിശക്കണം, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉണ്ടാക്കിത്താ. ഓ എനിക്കിനി വയ്യ ഒന്നും ഉണ്ടാക്കാൻ. അല്ലെങ്കിൽ അളിയനെ പറഞ്ഞു വിട്ടിട്ട് ഹോട്ടലിൽ നിന്ന് എന്തെങ്കിലും വാങ്ങിപ്പിക്കാം. പോവോ? ചേച്ചി ചെല്ല്, പുന്നാര അളിയൻ വന്നേക്കണമെന്ന് പറ. ചെല്ല്, ഞാൻ പുറകെ എൻട്രി ചെയ്യാം. പറഞ്ഞു നോക്കാം. എണീക്കാനൊന്നും വയ്യ. വിട് ബാലു, വിട്. എന്തുകൂടെ? അത് വിട്. ആരാ വരണേ നോക്കേ. ആര്? നോക്ക് ദേ. അളിയ എന്തൊക്കെയുണ്ട് വിശേഷം? അളിയ ഇവിടെ ഇരുന്ന് തിന്ന് നിന്ന് തടിച്ചു കൊഴുത്ത് വെള്ളപ്പന്നിയെ പോലെ ആയി. എന്താണ് അളിയ ഇത്? അളി ഇപ്പോഴും ഈ തുരുമ്പൊഴിച്ച് ഇരുമ്പ് കഷ്ണങ്ങളും കെട്ടിപ്പിടിച്ചോണ്ട് ഇവിടെ ഇരിപ്പ് തന്നെ. അളിയ എപ്പോ വന്ന്? ഇപ്പൊ എപ്പാ പോണ്? അവൻ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടേ പോകുള്ളൂ. കുറച്ച് ദിവസം കഴിഞ്ഞിട്ടേ പോകുള്ളൂ. ഇവിടെ ഉണ്ടാവൂല്ലേ? ഇപ്പൊ വന്നല്ലോ, എന്തെങ്കിലും കഴിക്കണ്ടേ അവന്? കഴിക്കാടത്തോട് ഉണ്ടാക്കിയില്ല, പോയി വാങ്ങിച്ചോണ്ട് വാ. ഹോട്ടലിൽ പോയി വാങ്ങിച്ചോണ്ട് വരെ. ഞാൻ നേരത്തെ പറഞ്ഞില്ല ഒന്നും ഉണ്ടാക്കില്ല എന്ന്. ഉണ്ടാക്കില്ല, ഹോട്ടലിൽ പോയി വാങ്ങിച്ചോണ്ടോ. അളിയാ പോണില്ലേ? പോവാ. പിന്നെ വായും വളർന്നുകൊണ്ട് ഇരിക്കണ എന്തിനാണ്? പോയിട്ട് വാ. ചെല്ലേ, പോയിട്ട് വാ. നീഞ്ഞു വാ. ഒന്നില്ലേ? പിന്നെ പോയിട്ട് പെട്ടെന്ന് വരണേ. അവിടെ വല്ല ട്രാൻസ്ഫോമർ നോക്കിക്കൊണ്ട് നിൽക്കല്ലേ. ട്രാൻസ്ഫോമറിൽ നോക്കിക്കൊണ്ട് നിൽക്കല്ലെന്ന്. ഞാൻ ഒരു കാര്യം പറയണം. വന്ന് കയറി ഇവിടെ തുടങ്ങി. ആദ്യം അളിയനെ ബഹുമാനിക്കാൻ പഠിക്കണം. അത് നീ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൂടാ. ഞാൻ പറഞ്ഞ കേക്കില്ല. നിർത്ത്. പിന്നെ നിന്റെ വയസ്സിനനുസരിച്ചുള്ള തീറ്റി മതി കേട്ടാ. നിങ്ങൾ ഇതുവരെ ഉണ്ട് എന്ന് കഴിഞ്ഞില്ലേ? മാമ അതിന് കടിച്ചിട്ട് പൊട്ടണ്ടേ? നീയേ ഈ തല വല്ല കിളികൾക്ക് താമസിക്കാൻ കൊടു. വാടക കിട്ടുന്നല്ല.
അതിന് അതിന്റെ തലയുള്ള പാറ്റയും പൈതലും സമ്മതിക്കണ്ടേ? മതി ഒരുപാട് ഇട്ട് കുത്തല്ലേ. മാമ മാമനെന്താ എപ്പം വരുമ്പോൾ അവലേക്കുള്ള മാത്രം കൊണ്ടുവരുന്നേ? ഇതാകുമ്പോ വില കുറവാണല്ലോ അല്ലേ മാമ? പോടാ കിടന്നു. അതിന് പിന്നില് ഒരു വലിയ കഥയുണ്ട്. എന്ത് കഥ? നിങ്ങളുടെ അച്ഛൻ ഇപ്പം ഭക്ഷണം വാങ്ങിച്ചോണ്ട് വരുമോ? അച്ഛൻ വരുമ്പോ വരട്ടെ, മാമൻ കഥ പറ. അത് പണ്ട് നിങ്ങളുടെ അച്ഛന് അമ്മയെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ലവ്. അപ്പോ നിങ്ങളുടെ അമ്മയ്ക്ക് അച്ഛനെ വലിയ ഇഷ്ടമൊന്നും അല്ലായിരുന്നു. പക്ഷെ നിങ്ങളുടെ അച്ഛൻ അമ്മയുടെ പുറകെ നടന്ന് അമ്മയുടെ മനസ്സിൽ കയറി. കള്ള അച്ഛൻ. അന്ന് കല്യാണം ചോദിച്ചു വന്ന അന്ന് എനിക്കൊരു 8-10 വയസ്സ് കാണും. പക്ഷേ നിങ്ങളുടെ അപ്പൂപ്പൻ, അതായത് എൻ്റെ അച്ഛൻ, അപ്പൂപ്പന് വലിയ ഇഷ്ടമൊന്നും അല്ലായിരുന്നു അച്ഛനെ. നിങ്ങളുടെ അച്ഛനെ വലിയ ഇഷ്ടമൊന്നും അല്ലായിരുന്നു. അപ്പൂപ്പന് കണ്ടപ്പോഴേ, നിങ്ങളുടെ അച്ഛനെ കണ്ടപ്പോഴേ മനസ്സിലായി അച്ഛൻ ഒരു മണ്ടനാണെന്ന്. പക്ഷെ നിങ്ങളുടെ അച്ഛൻ വിട്ടില്ല. അപ്പൂപ്പ ഇല്ലാത്ത നേരെ നോക്കി വീട്ടിൽ വരും. എന്നിട്ട് അമ്മൂമ്മേനെ സോപ്പിടും. എന്നിട്ട് എന്നെയും വിളിച്ചോണ്ട് നേരെ കടയിൽ പോകും. എനിക്ക് അവിലോസുണ്ട വാങ്ങിത്തരും. ഞാൻ വഴിനീള അവിലോസുണ്ട കഴിക്കും. നിങ്ങളുടെ അച്ഛൻ വഴിനീള കരയും. ആ പിന്നെ അവിലോസുണ്ടയായി, അരിയായി, പൊരിയായി, പിടിയായി, അടിയായി. അടിയോ? ആ അത് നിങ്ങളുടെ അച്ഛനെ അപ്പൂപ്പ എവിടെ വെച്ച് കണ്ടാലും അടിക്കും. പെണ്ണ് ചോദിക്കാൻ വന്ന അന്ന് മുതൽ ഓട്ടിച്ചിട്ട് അടിക്കും. ഇപ്പൊ അമ്മ അച്ഛനെ അടിക്കുന്ന പോലെ. അമ്മ അടിക്കണത് സ്നേഹം കൊണ്ട്, മറ്റത് വെറുപ്പുണ്ട്. ഓ അങ്ങനെ. അവസാനം അപ്പൂപ്പന്റെ കാല് പിടിച്ച് ചേച്ചിയെ, അതായത് നിങ്ങളുടെ അമ്മയെ അച്ഛൻ കെട്ടി. പക്ഷെ ആ ബന്ധത്തോടു കൂടി ഞാൻ അവിലോസുണ്ട അഡിക്റ്റായി. ആ പ്രണയത്തിന്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് നിങ്ങളിപ്പം അവിലോസുണ്ട തിന്നണത്. ഇനി ജീവിതത്തിൽ അവലോസുണ്ട തിന്നാൻ തോന്നില്ല. ഞാൻ പറഞ്ഞൊക്കെ അച്ഛൻ കേട്ട് ഇനി കലിപ്പാവും. മാമ ഇപ്പൊ വരാമേ. വെട്ടി വിഴുങ്ങട്ട്. എന്താ ബാലു ഇത്? ഭക്ഷണമല്ലേ ഇത്? കൊലച്ചോറാണ് നിന്റെ അനിയന്റെ. ബാലു അണ്ട അവിടെ പിള്ളേരെ വളച്ചിരുത്തി ഇല്ലാത്തതൊക്കെ പറഞ്ഞു കൊടുക്കണവൻ. എന്തു പറഞ്ഞു? ഞാൻ പണ്ട് നിന്റെ വീട്ടിൽ കരഞ്ഞുകൊണ്ടാണ് വരണത്. അവന് ഞാൻ അവലോസുണ്ട വാങ്ങിച്ചു കൊടുക്കും. ഞാൻ വരുമ്പോഴൊക്കെ എന്നെ കാണുമ്പോഴൊക്കെ നിന്റെ അച്ഛനെ ഓട്ടിച്ചിട്ട് അടിക്കുമെന്ന്. പരമ നാറി. ഇവിടെ വരുമ്പോഴൊക്കെ എന്നെ നാട്ടിച്ചിട്ട് അവൻ പോവുള്ളൂ. അതൊന്നും ഇല്ലാത്തില്ലല്ലോ, ഉള്ള കാര്യമല്ലേ. നിങ്ങൾ കുറെ കരഞ്ഞിട്ടില്ലേ? നീയും കരഞ്ഞിട്ടുണ്ടല്ലേ? അത് ബാലുവിന് കുറെ തല്ല് കൊണ്ടിട്ടുണ്ടല്ലോ. നീ തല്ലുകൊണ്ട് ഒരു കാര്യം ചെയ്യും. അനിയനും ചേച്ചിയും കൂടെ ഒരു വണ്ടിയിൽ മൈക്ക് സെറ്റ് വിളിച്ച് റോഡ് നീളെ കൂയിക്കൊണ്ടാ എനിക്ക് അടിയുണ്ടെന്ന്. നാറി എപ്പോൾ വന്നാലും അവൻ എന്നെ നാട്ടിച്ചിട്ടേ പോവുള്ളൂ. ബാലു ബാലു ചത്ത് നാറി. ഞാൻ ഇവിടെ അയൺ ചെയ്ത ഒരു ഷർട്ട് തൂക്കിയിട്ടിരുന്നു, അതിപ്പോ കാണാനില്ല. നീലോ നീലോ, ഞാൻ അയൺ ചെയ്ത് ഒരു ഷർട്ട് ഇവിടെ തൂക്കിയിട്ടിരുന്നു, അതിവിടെ കാണാനില്ല. അതിവിടെ ഉണ്ടാവും. ഇവിടെ ഇല്ല. നോക്കുന്നേ കാണും. നോക്കി കണ്ടില്ലെന്ന് വെച്ചെടുത്ത് നോക്ക് ബാലു. നീ ഒരുമാതിരി തർക്കുത്തരം പറയരുത്. മര്യാദയ്ക്ക് ഞാൻ അയൺ ചെയ്തിട്ട ഷർട്ട് എടു. ഈ ആക്രി സാധനത്തിന്റെ ഇടയ്ക്ക് കൊണ്ടിട്ട് ഞാൻ എങ്ങനെ നോക്കിയെടുക്കാനാ? എന്തോ നളിയാ അളിയാ, ഞാൻ വല്ലപ്പോഴും അല്ലേ അളിയാ ഇവിടെ കയറി വരണത്. ഒരു സ്വസ്ഥത താളിയാ. എന്താണ് ചേച്ചി പ്രശ്നം? എന്താണ്? അളിയന്റെ ഒരു ഷർട്ട് കാണില്ല. ഷർട്ട് കാണാനില്ല? അത് നോക്കിയാ പോരെ, കാണൂലേ? അതന്നെ ഞാനും പറഞ്ഞത്. ഇനി നോക്കണ്ട. കിട്ടിയാ? കിട്ടിയില്ല, കണ്ട്. എവിടെ കണ്ട? നിന്റെ അനിയടുത്തിട്ടേക്കണ്. ഇതായിരുന്നു? അതായിരുന്നു. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ മറന്നു വെച്ചിട്ട് പോയ ഷർട്ടാന്ന് വിചാരിച്ചു. അതും എൻ്റെ തന്നെ അല്ലേ? ഏത് മറന്നു വെച്ചിട്ട് പോയ ഷർട്ട്? ഇതുപോലുള്ള 4 പാറ്റേണിലുള്ള ഷർട്ട് ഉണ്ടല്ലോ എനിക്ക് വീട്ടില്. അതൊക്കെ നീ ഇവിടുന്ന് എടുത്തോണ്ട് പോയല്ലേടാ? അതിപ്പോ തറ ഉടയ്ക്കാൻ വേണ്ടി എടുക്കുകയാണ്. എന്തോന്ന് ചെയ്യണ അളിയ? വാടാ. ഭയങ്കര പണി തന്നെ അളിയല്ലേ? നീലയും ചുവപ്പും കളറ് കണ്ടിരിക്കുക. നിനക്ക് നല്ല ചേർന്ന് ഷർട്ട്. ഓ, മീറ്ററിന് 1000 രൂപയാണ്. 2 കൊല വിറ്റാ കിട്ടുവളിയാ 1000 രൂപ. തയ്യക്കൂലി 500 രൂപ. 10 തേങ്ങ വിറ്റാ കിട്ടുവളിയാ. തേങ്ങ വിറ്റ് നീ ജീവിച്ചോ? കൃഷി ചെയ്യണത് നല്ല ലാഭമാണല്ലേ? കൃഷി ചെയ്യുമ്പോഴേ. ഓ, കൃഷി ചെയ്യണ ലാഭം. കണ്ടൻസർ അളിയാ ഇത്? ഇല്ല, ഇപ്പടാ പറഞ്ഞാൽ മനസ്സിലാവും നിനക്ക്. കഞ്ഞൻ ശരിയല്ലേ? ഞാൻ പറഞ്ഞു നോക്കിയാ.
ഇനി ഇവിടെ എന്നാ ശരിയാവില്ല. നീലു, ചേച്ചി ഞാൻ പുറത്തു പോണേ, രാത്രി വരൂ. അളിയാ ഞാൻ കൂടെ ഒറ്റ അളിയാ. ഇല്ല, ഞാൻ അതുവഴി അങ്ങ് ഹിമാലയത്തിൽ പോവും. ഹിമാലയത്തിൽ ആയിരിക്കണം അളിയൻ്റെ. എൻ്റെ മാമേ, അതാര്? എൻ്റെ അച്ഛൻ. കാണുമ്പോൾ വിളിച്ചോണ്ട് വരണേ അളിയാ. ആരാ? അളിയൻ്റെ അച്ഛനെ. ചേച്ചി എങ്ങനെ സഹിക്കണം? ഓ ഇതിന്റെ കണക്ഷനാണ്. ചേച്ചി ഇനി അളിയന്റെ പഴയ ഇരുമ്പ് പാട്ടയും കുപ്പിയും തയ്യാറൊക്കെ ഇങ്ങെടുക്ക്. ദേ വെറുതെ ആവശ്യത്തെ പ്രശ്നത്തിനൊന്നും പോകണ്ട, അളിയൻ പ്രശ്നം ഉണ്ടാക്കും. ചേച്ചി എന്തോന്ന് ചേച്ചി അത്? എന്ത്? അവിടെ ഓയറെല്ലാം കൂടെ വലിച്ചു വാരി ഇട്ടേക്കണ്. ഞാൻ ചെന്ന് നോക്കിയപ്പോ കണക്ട് ചെയ്തിട്ടേക്കണ്. നിന്നെ ഷോക്ക് അടിച്ചാ? എന്റെ ഷോക്കൊന്നും അടിച്ചില്ല. ഇത് പിള്ളേരെങ്ങനെ വന്ന് തൊട്ടാ ഷോക്ക് അടിക്കൂലേ? പിന്നെ ആ ഊരിയിട്ടാ എന്നിട്ടത്? പിന്നെ ഊരിയിട്ട്. നന്നായി. ബോധമില്ലാത്ത ആളല്ലേ, എന്തും കാണിച്ചിട്ട് പോകും. ഇന്ന് രാത്രി എന്തോന്നും ഉണ്ടാക്കണം? എന്തെങ്കിലും ഉണ്ടാക്കണം. ഉപ്പാവ് ഉണ്ടാക്കാന്ന് വിചാരിച്ച്. ചേച്ചി എളുപ്പമുള്ള വല്ലതും ഉണ്ടാക്കി ചേച്ചി. അതല്ലേ ഉപ്പാവ് ഉണ്ടാക്കാന്ന് പറഞ്ഞത്. അതെന്തിന്? കഞ്ഞിയും കുറച്ച് പയറും ചമ്മന്തിയും പിന്നെ കുറച്ച് അച്ചാറും എല്ലാം ഉണ്ടാക്കിയ പോരെ. എന്തിനാ വെറുതെ കിടന്ന് കഷ്ടപ്പെടണേ? ഇതാണ് എളുപ്പമുള്ളത്. അതല്ലേ എളുപ്പമുള്ളത്. കഞ്ഞി, പയറ്, ചമ്മന്തി, അച്ചാർ, എന്തെളുപ്പം ഉണ്ടാക്കി നോക്കാം, അപ്പം അറിയാം. അരി എടുത്ത് വെള്ളത്തിൽ ഇടണം, കഞ്ഞിയായി. പയറ് പിന്നെ ചമ്മന്തി, തേങ്ങ അരയ്ക്കുമ്പോൾ ചമ്മന്തിയായി. ഇതെല്ലാം വെറുതെ വെന്ത് വരും ഇങ്ങനെ പിടിക്കുമ്പോ തന്നെ. എടാ ഉപ്പാവുമ്പോ പെട്ടെന്ന് കഴിച്ചിട്ട് വെള്ളം തിളച്ച് കഴിയുമ്പോൾ അങ്ങ് ഇട്ട് കൊടുത്താ പോരെ. പിന്നെ അങ്ങനെയെങ്കിൽ ഉപ്പുമാവ് ഉണ്ടാക്കും. മതിയല്ലോ. അളിയനി രാത്രി വരുവോളാ? ഒന്നും വിടാതെ ഒന്നും കഴിക്കാതെയൊക്കെ ഇറങ്ങിപ്പോയത് എന്ത് പറ്റിയാവോ? എന്തെങ്കിലും ആവട്ടെ. ഈ അളിയൻ ചേച്ചിക്ക് ഒരു മനസ്സമാനം തരൂലല്ലേ? മനസ്സമാധാനം അത് ഈ ജന്മത്തിന് കിട്ടൂല. എനിക്ക് മനസ്സമാധാനം കിട്ടണമെങ്കിൽ അങ്ങനെ ഇലക്ട്രോണിക്സ് പരിപാടി നിൽക്കണം. അത് ശരിയാണ്. അതിനെന്താ വഴിയെന്ന് അറിയാമോ? അവിടെ കിടക്കുന്ന ആക്രി സാധനങ്ങളുണ്ടല്ലോ, അതില്ലാട്ടാ. അതില്ല. എന്നാ മാത്രമേ മനസ്സമാധാനം കിട്ടുള്ളൂ. ഞാനൊരു വഴി കണ്ടിട്ടുണ്ട്. ചേച്ചി ധൈര്യമായിട്ട് ഇരിക്കും. എന്ത്? അതൊക്കെ ഉണ്ട്. ചേച്ചി അമ്മ എന്താടാ? ഇത് ആരെന്താ? ഫ്രണ്ടാ? എന്റെ ഫ്രണ്ടല്ല, അളിയന്റെ ഫ്രണ്ടാ. ഇതാ ചേച്ചി, ഇത് ഞാൻ വളരെ കഷ്ടപ്പെട്ട് കൊണ്ടുവന്ന ആക്രിക്കാരനാണ്. ഇനി അളിയന്റെ പഴയ ഇരുമ്പ് പാട്ടയും കുപ്പിയും തയ്യാറൊക്കെ ഇങ്ങെടുക്ക്. ദേ വെറുതെ ആവശ്യത്തെ പ്രശ്നത്തിനൊന്നും പോകണ്ട, അളിയൻ പ്രശ്നം ഉണ്ടാക്കും. അളിയൻ കുരയ്ക്കത്തേ ഉള്ളൂ, കടിക്കത്തില്ല. എല്ലാ ഐറ്റംസ് ഒന്നും വേണ്ട. അളിയൻ ചൊറിയും കുത്തിയിരിക്കുന്ന പൊടി ഐറ്റംസ് ഒക്കെ ഇല്ലേ, അതൊക്കെ ഇങ്ങ് എടുത്താൽ മതി. അതൊക്കെ മാറുമ്പോൾ വീടിനൊരു ഐശ്വര്യമെങ്കിലും ഉണ്ടാവും. ഞാൻ വീണ്ടും പറയാം, പ്രശ്നമാവും. പ്രശ്നമൊന്നുമില്ല. അതോടെ ഇവിടുത്തെ പ്രശ്നങ്ങളെല്ലാം കംപ്ലീറ്റ് തീരും. മാമൻ പറഞ്ഞതാ കറക്റ്റ്. എഡിക്കേഷൻ വെച്ച് വന്നേ, നമുക്ക് പെറുക്കാം. വേണ്ടടാ, നീ പോടാ. ഡീ അച്ഛനെ അടി കിട്ടൂട്ടാ. സാരമില്ല. എന്നാ മേടിച്ചോ. ആണ് എന്തായാലും ഒരു അപ്രോക്സിമേറ്റ് എല്ലാം കൂടെ എത്ര രൂപയാവും? കാണട്ടെ, കണ്ടിട്ട് പറയാം. അപ്പൊ വേണ്ട. റേഡിയോ? റേഡിയോ ഇതെവിടെ കിട്ടി? ഇവിടെ അടുത്തുള്ള വീട്ടിൽ നിന്ന് കിട്ടിയാണ് സാറേ. ഇങ്ങോട്ട് നോക്കട്ടെ. ഈ റേഡിയോ മാത്രമേ കിട്ടിയോളാ? ഇല്ല, ഈ ചാക്ക് നിറച്ച സാധനങ്ങളുണ്ട്. ഇതാ ആക്രിയാണ്. ഇതാരെടുത്ത് തന്നത്? ഇതവിടെ ഒരു കറുത്തിട്ട് ഒരുത്തൻ. അതന്നെ ഈ ആവശ്യത്തിന് എപ്പോഴും ചിരിച്ചോണ്ടിരിക്കും. അവനാണ് എടുത്തത്. അതന്നെ. എത്ര രൂപ? ഇതൊരു 200 രൂപ. 200 രൂപയ്ക്കാ? ഞാൻ 200 തരാം. അത് പറ്റില്ല, കച്ചവടത്തിന് അത് ലാഭം വേണ്ടേ വെറുതെ. എടാ ഞാൻ 200 തരാന്ന്. പറ്റില്ല. എന്റെ എത്ര വേണോ? 400 ഇങ്ങടാ. 400? രാവിലെ തന്നെ കുഴപ്പമില്ല. ബാക്കി 100 രൂപ. ബാക്കി 100 രൂപ ഞാൻ ആ വഴി വരുന്നുണ്ട്, അപ്പൊ തരാം. അടുത്ത വേണ്ട.
അത് ചാക്ക്. ചാക്ക ഇതാ ചാക്ക്. നോക്ക് നോക്കത് എന്തത്? എനിക്കറിയില്ല. പിന്നെ എന്തോന്ന് നോക്ക്. ഇത് ആക്രി. ആക്രിയായത് ഇത് ആക്രിയാ. നിന്റെ അനിയനെ വിളി. വാടാ ഇവിടെ. എന്താ നീ വാ. നീ വാടാ. എന്ത്? നീ വാ. എന്ത്? ഇതെന്തോന്നത്? ഇതെന്ത്? ഇതെന്തോന്ന്? എന്താണ്? ഈ നായിന്റെ മോനെ എന്റെ വീട്ടിൽ കെട്ടി പോരും. തെണ്ടി പോടാ. പോ കണ്ടാ ഇതൊക്കെ എടുത്തോണ്ട് പോയിക്കാണ്. ഈ സാധനങ്ങളൊക്കെ വിലപിടിപ്പുള്ള സാധനങ്ങൾ എന്തറിയാം. ഒന്നും ചെയ്യണ്ട. കെട്ട് നമ്മുടെ വീടിനടുത്തുള്ള പരമേശ്വരൻ പിള്ള മാമില്ലേ, ഇതുപോലെ ആയിരുന്നു. ചിരിച്ചാ ചിരി നിർത്തൂല. സത്യം പറ, എന്തിനാ നിങ്ങൾ ചിരിക്കണേ?